ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്വന്തം കാര്യങ്ങളിൽ ഒരു ശ്രദ്ധയില്ലെങ്കിൽ, നമ്മുടെ മക്കളുടെ കാര്യങ്ങളിൽ, നമ്മുടെ ഭർത്താവ്, മക്കള് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് യാതൊരുവിധ ശ്രദ്ധയില്ലെങ്കിലും ഈ ആരാൻ്റെ കാര്യത്തിൽ നമുക്ക് ഭയങ്കര ശ്രദ്ധയായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഈ കൊച്ചു കുട്ടികൾക്ക് ഒരു 6 മാസം വരെ നമ്മൾ മുലപ്പാൽ മാത്രമേ കൊടുക്കൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സോളിഡൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമുണ്ട്. കട്ടിയുള്ള ഫുഡൊക്കെ നമ്മൾ കൊടുത്തു തുടങ്ങുന്ന ഒരു സമയമുണ്ട്. ചോറൂണൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് കട്ടിയുള്ള ഫുഡ് കൊടുത്തു തുടങ്ങും. അപ്പോൾ നമ്മൾ പൊതുവേ നാട്ടിൻപുറത്തുകാർ സാധാരണ ഈ റാഗിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഓൾമോസ്റ്റ് ആൾക്കാരും റാഗിയാണ് കുട്ടികൾക്ക് ആദ്യമായിട്ട്. നല്ലൊരു മില്ലറ്റാണ് റാഗിയാണ് നമ്മൾ ഒരു കുറുക്ക് രൂപത്തിൽ കൊടുക്കുന്നത്. അപ്പോൾ ദിയ കൃഷ്ണ നമ്മുടെ ഓസി കുട്ടിക്ക് ആദ്യമായിട്ട് ഓമി ബേബിക്ക് സോളിഡ് ഫുഡ് കൊടുത്തത് സെർലാക്കാണ് പുള്ളിക്കാരത്തി കൊടുത്തത്. അപ്പോൾ ഈ വീഡിയോ രാവിലെ ഞാൻ കാണുമ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ കമൻറ്റ് ബോക്സ് ഒന്ന് കണ്ണോടിച്ച് നോക്കി. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാരും ഓമിക്ക് സോളിഡ് ഫുഡ് കൊടുത്തതിൽ അസ്വസ്ഥരാണ്. ആർക്കും സ്വന്തം കാര്യം നോക്കാൻ വയ്യ. ഒന്നാമത്തെ കാര്യം, കൃഷ്ണ ഫാമിലി എന്ന് പറയുമ്പോൾ അവർ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് വില കൊടുക്കുന്ന ഒരു ഫാമിലി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം അമ്മയായിരുന്നാലും ആ 4 മക്കളായിരുന്നാലും അവരവരുടെ കാര്യങ്ങൾക്കും മാത്രമേ അവർ പ്രാധാന്യം കൊടുക്കുള്ളൂ. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കൊക്കെ പുല്ല് വില കൊടുക്കുന്ന ആളാണ്. അതിനൊരു ഉദാഹരണമാണ് അശ്വിനി മറ്റേ കോഴിക്കാൽ ഇഷ്യൂ വന്ന സമയത്ത് ഈ കമന്റ് ഇട്ടവരെ കളിയാക്കുന്ന തരത്തിൽ അവരുടെ ഫാമിലിയിൽ നിന്ന് വന്ന് അവർ തന്നെ ഇഷ്യൂ ചെയ്ത സാധനം ബാക്കിയുള്ളവരെടുത്ത് കളിയാക്കിയപ്പോൾ അത് എടുത്തോണ്ട് പോയിട്ട് ഏതോ ചിറ്റയുടെ വീട്ടിൽ പോയിട്ട് കുറേ കോഴിക്കാല് ഫ്രൈ ചെയ്യുന്ന എടുത്തിട്ട് കമന്റ് ഇട്ടവരെ തിരിച്ച് കളിയാക്കിയ ആൾക്കാരാണ് അവർ. പിന്നെ ഈ സിന്ധു കൃഷ്ണ എന്ന് പറയുന്ന ആ അമ്മ പറയുന്നത് ഒരു തൊഴിലില്ലാത്ത കുറെ യൂട്യൂബേഴ്സ് നമ്മളെ എടുത്ത് വെച്ച് കോണ്ടന്റ് ആക്കും, നമ്മളത് മൈൻഡ് ചെയ്യേണ്ടെന്നാണ് അവരെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ കുറേ പേര് അവരവർക്ക് സ്വന്തം മക്കളെ കാര്യം നോക്കാൻ സമയമില്ലാത്ത കുറേ പേര് ഇതിന്റെ ഇടയിൽ കയറി കമന്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. എന്റെ പൊന്ന് തമ്പുരാനെ, കുറച്ച് കമന്റ്സ് ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടാ. കമന്റ് കുറച്ച് ഞാൻ വായിച്ചു തരാം. ഇതിലും വലിയ സോളിഡ് സ്റ്റാർട്ട് വീഡിയോ സ്വപ്നങ്ങളിൽ മാത്രം. ദിയയ്ക്ക് ബോധമില്ല എന്ന് വെച്ച് വീട്ടിലുള്ളവർക്ക് പറഞ്ഞു കൊടുത്തൂടെ. 175 ഇത്രയ്ക്കും വിവരമില്ലാത്ത ഫാമിലി ആയിരുന്നു ഇവരുടെ. വിവരമില്ലാത്ത ഫാമിലിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കാണാതിരുന്നൂടെ? കഷ്ടപ്പെട്ട് കണ്ടിട്ട് എന്തിനാണ് കമന്റ് ഇടുന്നത്? യൂട്യൂബിൽ നിന്ന് റവന്യൂ മാത്രം വാങ്ങിയാൽ പോരാ, ഇടയ്ക്ക് കമന്റ് സെക്ഷൻ കൂടി നോക്കണം. നോക്കി നിങ്ങൾ അവിടെ മൊഴിഞ്ഞുകൊണ്ടിരുന്നു. നിങ്ങൾ ആദ്യം പോയി ഫാത്തിമ എന്ന് പറഞ്ഞൊരു ഐഡിയ ആണ്. നിങ്ങൾ ആദ്യം പോയി നിങ്ങളുടെ കാര്യം നോക്കുക. അവർക്ക് നിങ്ങളുടെ കമന്റ് നോക്കാനും സമയമില്ല. അവരൊക്കെ ഭയങ്കര തിരക്ക് പിടിച്ച് സെലിബ്രിറ്റികളുടെ കമന്റ് ബോക്സിന്റെ അടിയിൽ പോയിരുന്നു ചൊറിയും കുത്തി ഒരു കാര്യമില്ലാതെ കമന്റ് ഇട്ട് വെച്ചിട്ട് കമന്റ് ബോക്സ് നോക്കണമെന്ന് നോക്കി. അടുത്തത്, ഇങ്ങനെ എല്ലാം കൂടെ ഒന്നിച്ചു കൊടുക്കരുത്, ദഹിക്കില്ല. അതായത് ഒരു ദിവസം സോളിഡ് സ്റ്റാർട്ട് ചെയ്തതിന്റെ അന്ന് തന്നെ 2-3 ഐറ്റം ഫുഡ് ആ കൊച്ചിന് കൊടുത്തെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തന്നെ ഇടയ്ക്ക് വെച്ച് ഞാൻ പകുതി വെച്ച് നിർത്തി. കാരണം എനിക്കിതിലെ കമന്റ് ബോക്സ് കണ്ടപ്പോൾ മനസ്സിലായി ഒരുപാട് ഓൺലൈൻ അമ്മമാര് ആന്റിമാരൊക്കെ വന്നിട്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയും. ഇത് വിവാദമാവും എന്നെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ പകുതി വെച്ച് നിർത്തി. അടുത്തത്, ആ കൊച്ചിനെ കണ്ടിട്ട് എനിക്ക് പേടി തോന്നുന്നു. പാവം വലിയ ബെർത്ത് സ്യൂട്ടിലൊക്കെ പ്രസവിച്ച ആൾക്ക് ഒരു പീഡിയാട്രീഷ്യനൊക്കെ കണ്ട് കുറച്ച് കൊച്ചിന് സോളിഡ്സ് തുടങ്ങിക്കൂടെ, അറിയാൻ പാടില്ലെങ്കിൽ. അതായത് അവരുടെ ഈ സിന്ധു കൃഷ്ണയുടെ കുടുംബത്തിൽ ആരും പ്രസവിച്ചിട്ടില്ല, ആരും കൊച്ചുങ്ങളെ വളർത്തിയിട്ടില്ല. ഇവർക്ക് പീഡിയാട്രീഷ്യനെ കണ്ടിട്ട് കൊച്ചിന് സോളിഡ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ഈ ആൻറ്റി പറയുന്നത്. ആൻറ്റിയാണോ ആരാണോ എന്തോ ഈ ഒരു ചേച്ചി പറയുന്നത്. ആ കുഞ്ഞിനോട് എനിക്ക് സഹതാപം തോന്നുന്നു. പരീക്ഷണ വസ്തുവാക്കുന്ന അച്ഛനും അമ്മയും. അവരുടെ കൊച്ചിൻ്റെ അടുത്ത് അവർക്കില്ലാത്ത സഹതാപം നിങ്ങൾക്ക് എന്തിനിടെ? അവരുടെ കൊച്ചിൻ്റെ അടുത്ത് അവർക്കില്ല സഹതാപം. നിങ്ങളെന്തിന് സഹതപിച്ച് കണ്ണീരൊഴുക്കി കരഞ്ഞ് പൂവി വിളിച്ച് പറയും പള്ളി. അടുത്ത ആൻറ്റി, സെർലാക്കിനേക്കാൾ നല്ലത് റാഗി കൊടുക്കുന്നതാണ്. ഓസി വരവ് വെച്ചിട്ടുണ്ട്, അടുത്ത എപ്പിസോഡിൽ കൊടുക്കുന്നതായിരിക്കും. കുറച്ചെങ്കിലും ബോധം വേണ്ടേ? ഇത്ര ഫുഡ് ഫസ്റ്റ് കൊടുക്കല്ലേ? അപ്പൊ അവർക്ക് ബോധമില്ലാതെ അവർ കൊച്ചിനെ പ്രസവിച്ചിട്ട് ഉണ്ടാക്കി വളർത്തി വലുതാക്കണം എന്നാണ് ഇവർ പറയുന്നത്. കൊച്ചിനെ അവര് ബോധമില്ലാതെ ഉണ്ടാക്കിയതാണെന്നാണ് ഇവര് പറയുന്നത്. അടുത്തത്, വെള്ളി ഗ്ലാസ് വെള്ളി സ്പൂൺ ഉണ്ടായിട്ട് കാര്യമില്ല, കുഞ്ഞിന് ഈ ഫുഡ് കൊടുക്കല്ലേ. വാവയ്ക്ക് ചോറൂണില്ലായിരുന്നു. ഇതുവരെയും ഞാൻ ദിയയുടെ വ്ളോഗ് കണ്ട് കമന്റ് ചെയ്തിട്ടില്ല. നിങ്ങളുടെ കുട്ടിക്ക് ഏതാണ് നല്ലത് എന്ന് നിങ്ങൾക്കറിയാമായിരിക്കും. പക്ഷെ ഇത് കണ്ടപ്പോൾ കുറെ കാര്യങ്ങളിൽ പേടി തോന്നി. ഒരു ദിവസം തന്നെ പലതരം ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അതും ടിൻ ഫുഡ്. കമന്റ് സെക്ഷൻ മൈൻഡ് ചെയ്തില്ലേലും ഒരു പീഡിയാട്രീഷ്യനെ കൺസൾട്ട് ചെയ്യുന്നതാണ് നല്ലത് ഫുഡ് കൊടുക്കുന്ന കാര്യത്തിൽ. നമ്മളൊന്നും പീഡിയാട്രീഷ്യനെ കൺസൾട്ട് ചെയ്തിട്ടല്ല ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സോളിഡ് കൊടുത്തത്.
സോളിഡ് കൊടുക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ ഒരു 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 മുക്കാൽ ഭാഗം അമ്മമാർക്കും കൂരവ്, അതായത് റാഗി കൊടുത്ത് തുടങ്ങണമെന്നാണ് അഭിപ്രായം. പക്ഷേ ആ ഫാമിലി അത് കേൾക്കൂല. നിങ്ങൾ ഇങ്ങനെ തളരില്ലേ പ്ലീസ്. എനിക്ക് ചിരി വന്നു ശരിക്കും പറഞ്ഞു ഈ കമന്റ് കണ്ടിട്ട്, കമന്റ് സെക്ഷൻ. ഇപ്പൊ തന്നെ എല്ലാം കൂടി കൊടുത്താൽ ദഹനക്കേട് വരും. ആദ്യം ഒരു നേരം കൊടുത്ത് ഗ്രാജുവലി ആണ് 2-3 നേരം കൊടുക്കുക. അതൊരു പോയിന്റ് കേട്ടോ. നമ്മൾ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ ഒരു ദിവസം തന്നെ ഒരു കുത്തികയറ്റി കൊടുക്കില്ല. ഇപ്പൊ നമ്മൾ തന്നെ ഈ റാഗി ഉണ്ടാക്കിയാലും ഒരു 2-3 സ്പൂണ് ഒരു ടെസ്റ്റ് ഡോസ് പോലെ കൊടുക്കും. പിന്നെ 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 നമ്മൾ ഒരു 5 നേരമൊക്കെ ആയിട്ടാണ് സോളിഡ് കൊടുത്താൽ പോലും നമ്മൾ കൊടുക്കുന്നത് കുട്ടികൾക്ക്. അതൊരു വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് കേട്ടോ. വിവരമില്ലാത്ത ഫാമിലി റാഗിയാണ് കൊടുക്കേണ്ടത്. കേട്ട് അനില എന്ന് പറഞ്ഞൊരു ചേച്ചി, അനില ഷാജി, അവര് കേട്ട് റാഗി അല്ലേ സാധാരണ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സെർലാക്ക് കൊടുത്താൽ പിന്നെ റാഗി ബനാന പൗഡർ ഒന്നും കഴിക്കില്ല. ഒരു ദിവസം കൊണ്ട് ഇത്രയും ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യരുത്. അതായത് സെർലാക്ക് കൊടുത്തു കഴിഞ്ഞാൽ റാഗി ബനാന ഇതൊന്നും കഴിക്കത്തില്ല എന്നാണ് പറയുന്നത്. അപ്പം അവരുടെ കൊച്ച് റാഗിയോ ബനാനയൊക്കെ കഴിക്കണമെന്ന് അവർ തീരുമാനിക്കും. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വറയിടാവുന്നത്? അവർ തീരുമാനിക്കും റാഗി കഴിക്കണോ ബനാന കഴിക്കണോ. ശിവനേ, ആദ്യമായിട്ടാണ് ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും ഐറ്റംസ് പരീക്ഷിക്കരുത്. ആദ്യമായിട്ട് ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും ഐറ്റംസ് പരീക്ഷിക്കരുത്. ഫസ്റ്റ് ഡേ ഒരു ഐറ്റം കൊടുത്ത് തുടങ്ങുക, എന്നിട്ട് അതിന്റെ റിസൾട്ട്. ഇങ്ങനെ ഒരു 100,000 കമന്റ്, 100,000 അല്ല, സോറി, അത് ഞാൻ കുറച്ച് തള്ളിയതാണ്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇച്ചിരി കുറച്ച് കൂടുതലൊക്കെ ഇട്ടേ പറയുള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 697 കമന്റ് വന്നു. അതിൽ ഒരു 10 വായിച്ചപ്പോൾ തന്നെ എൻ്റെ കിളി മാറി. ഇപ്പോൾ നമ്മൾ മലയാളികൾ കൊച്ചുങ്ങൾക്ക് ഫുഡ് കൊടുത്ത് തുടങ്ങുമ്പോൾ നമ്മൾ ശരിയാണ്, ഓഫ് കോഴ്സ് നമ്മൾ കൂരവ് കൊടുത്ത് റാഗി തന്നെയാണ് നമ്മളൊക്കെ കൊടുത്തു തുടങ്ങുന്നത്. അത് നമ്മൾ സാധാരണക്കാര്, നിങ്ങൾ ബ്രിട്ടീഷ് ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുന്നവരടുത്ത് പോയിട്ട് നിങ്ങൾ വെറുതെ നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യരുത്. അവരുണ്ടാക്കിയ കൊച്ച് അത് എങ്ങനെ കൊടുക്കണം, അവരുടെ കൊച്ചിന് ദഹനക്കേട് വരുമോ, അവരുടെ കൊച്ചിന് റാഗി കൊടുക്കണോ, ബനാന പൗഡർ കൊടുക്കണോ, അല്ല സെർലാക്ക് കൊടുക്കണോ, ഇതൊക്കെ അവരുടെ ചോയ്സാണ്. അവർ തീരുമാനിക്കും. ആ വീട്ടിൽ ആരും വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ല. അവരുടെ വീട്ടിൽ ഒരുപാട് ജീവിതാനുഭവമുള്ള അപ്പച്ചിയുണ്ട്. സിന്ധു കൃഷ്ണ 4 പ്രസവിച്ചതാണ്. 4 പിള്ളേരുടെ അച്ഛനാണ് കൃഷ്ണകുമാർ. ഈ അശ്വിൻ എന്ന് പറയുന്ന പയ്യന്റെ അമ്മ, അവരും മക്കളെ പ്രസവിച്ച് വളർത്തിയ സ്ത്രീയാണ്. അപ്പൊ അവരുടെ ഫാമിലി തന്നെ പറഞ്ഞു കൊടുക്കാൻ ഇഷ്ടം പോലെ ആളുണ്ട്. പിന്നെ അവര് തന്നെ വീഡിയോ ഇട്ട് പറയാറുണ്ട്, അവരുടെ വീട്ടിൽ MBBS പഠിക്കാതെ MBBS ആയ ഒരാളുണ്ട്, അവരുടെ അപ്പച്ചി എന്ന് പറഞ്ഞിട്ട്. ആ അപ്പച്ചിയെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ വീഡിയോ ഇട്ട ആളുകളാണ് ഇവര്. അപ്പൊ ഈ ഓസി എന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ MBBS പഠിക്കാതെ MBBS ആയ ഒരാളുണ്ട്, അത് ഞങ്ങളുടെ അപ്പച്ചിയാണ്. അപ്പച്ചി ഇങ്ങനെ വന്നിട്ട് ഓരോ ദിവസവും ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറയും. ഞാനത് മൈൻഡ് ചെയ്യാറില്ല. കൊച്ചിനെ സോഫയിൽ കിടത്തുമ്പം അങ്ങനെ ചെയ്യില്ല, ഇങ്ങനെ ചെയ്യില്ല, നടന്നു പഠിക്കാത്ത കൊച്ച് ചാടി പോകുന്നൊക്കെ അപ്പച്ചി പറയും. പക്ഷെ ഞങ്ങൾ മൈൻഡ് ചെയ്യാറില്ല എന്നൊക്കെ പറഞ്ഞു. അതായത് മറ്റുള്ളവർ നിങ്ങൾ പറയുന്നതിന് അവർ ബോധേഡല്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് അവർക്ക് മറുപടി തരാൻ സൗകര്യമില്ല. ഒറ്റ കമന്റിന് പോലും ഒരു റിപ്ലൈ കൊടുത്തിട്ടില്ല, ലൈക്ക് കൊടുത്തില്ല. കമന്റ് ബോക്സ് സാധാരണ നമ്മളിങ്ങനെ ഈ വീഡിയോ കാണുമ്പോൾ ഇപ്പോൾ ഓസിക്ക് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഓസിയുടെ കമന്റ് ബോക്സിൽ ഫുള്ള് പോസിറ്റീവും. ഈ വീഡിയോ വേറെ ഏതെങ്കിലും ചാനലിൽ വരുമ്പോഴാണ് ആളുകൾ പോയിട്ട് നെഗറ്റീവും ഇടുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ പേളി മാണിയുടെ ചാനലൊക്കെ തന്നെ പേളിയുടെ ഇന്റർവ്യൂ കാര്യങ്ങളും ബ്ലോഗൊക്കെ വരുമ്പോൾ അതിൽ പോയിട്ട് കിടുക്ക് എന്നൊക്കെ പറഞ്ഞ് അടിപൊളി വാവ് എന്ത് നല്ല കുടുംബം എന്നൊക്കെ പറയുന്നവര് ഈ പേളിയുടെ തന്നെ വേറെ ഇന്റർവ്യൂവിന്റെ താഴെ പോയിട്ട് നെഗറ്റീവ് അടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഗാന്ധിയെ കൊന്നപ്പോഴും 2 അഭിപ്രായം പറഞ്ഞ നാടാണ് നമ്മുടെ നാട്. അപ്പൊ അതിലൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ പക്ഷേ ഈ ഒരു ആളുടെ അതേ അവരുടെ ചാനലിൽ തന്നെ കമന്റ് ബോക്സിന്റെ അടിയിൽ പോയിട്ട് ഇങ്ങനെ അറഞ്ചം പുറഞ്ചം നെഗറ്റീവ് ഇട്ട് വയ്ക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ അത്രമേൽ നെഗറ്റീവാണ് ഇപ്പൊ ദിയയുടെ ഈ ഒരു കമന്റ് ബോക്സിൽ വന്നിട്ടുള്ളത്. ശരിയാണ്, ആളുകളുടെ അഭിപ്രായം നോക്കുമ്പോൾ ശരിയാണ്. പിന്നെ നമ്മളെയൊക്കെ പോലുള്ള യൂട്യൂബേഴ്സിന്റെ ഒന്നും 7 അയലത്തും അവർ വരൂല, അവർ നോക്കൂല. നമ്മളെയൊക്കെ ഒരുമാതിരി അവർക്ക് പുച്ഛമാണ്. നമ്മളെന്ന് വെച്ചാൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന യൂട്യൂബേഴ്സിന് അവർക്ക് പുച്ഛമാണ്. കാരണം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന യൂട്യൂബേഴ്സ് ഓൺലൈൻ കൊണ്ടാണ് ജീവിക്കുന്നത്. അവരുടെ ഫാമിലി മാത്രം സോഷ്യൽ മീഡിയ കൊണ്ടല്ല ജീവിക്കുന്നത്. അവർ ഓരോരുത്തരും മരത്തുനിന്ന് പിടിച്ച് കുലുക്കിയിട്ടാണ് ക്യാഷ് ഉണ്ടാക്കുന്നത് എന്നാണ് ആ സിന്ധു എന്ന് പറയുന്ന അവരുടെ അമ്മയുടെ ഒരിത്. അതായത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരും കമന്റ് ഇടുന്നവരും ഇതൊക്കെ ഒന്നും ഒരു വിലയും കൊടുക്കരുത്. നമ്മൾ നമ്മുടെ കാര്യം നോക്കി ജീവിക്കണം. അതായത് 6 മാസമായ കൊച്ചിന് ആദ്യമായിട്ട് സോളിഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുത്തി നിറച്ച് കൊച്ചിനെ പള്ളം ഞെരുങ്ങി വീർക്കുന്ന രീതിയിൽ ഒരു ദിവസം തന്നെ അതായത് നമ്മൾ ഈ എന്താ പറയാ, ഈ വയറ് വീർത്ത് പൊട്ടുന്ന രീതിയിൽ ഫുഡ് കൊടുക്കണമെന്നാണ്. എന്തൊരു ആൾക്കാരാണോ എന്തോ. എനിക്ക് സത്യം പറഞ്ഞാൽ
ശരിക്കും ആ കൊച്ചിന്റെ കാര്യം ഓർത്തിട്ട് സഹതാപമുണ്ട്. പിന്നെ ഞാൻ സഹതപിച്ചിട്ട് കാര്യമില്ല, ഞാൻ എൻ്റെ മക്കളെ കാര്യം ഓർത്ത് സഹതപിച്ചാൽ പോരെ. പിന്നെ ഞാൻ ഈ പരസ്യങ്ങളിൽ കണ്ടിട്ടുണ്ട് ഈ ആഡ്, അപ്പൊ അതിൽ കുട്ടികളുടെ ആമാശയത്തിന് നമ്മുടെ മുഷ്ടിയുടെ വലിപ്പമേ കാണുള്ളൂ. അത് 5-6 വയസ്സുള്ള കുട്ടികളുടെയാണ് മുഷ്ടി വലിപ്പം മാത്രമേ കാണൂ. അത് പെട്ടെന്ന് വീർക്കും, ഇച്ചിരി കഴിച്ചാൽ മതി. അപ്പൊ 5-6 വയസ്സുള്ള കുട്ടികളുടെയൊക്കെ ആമാശയത്തിന് മുഷ്ടി വലിപ്പമാണെങ്കിൽ 6 മാസം പ്രായമായ കൊച്ചിന്റെ ഒരു ആമാശയത്തിന് എത്ര വലിപ്പം ഉണ്ടാവും. മാത്രമല്ല നമ്മൾ കണ്ടിട്ടില്ലേ, കുട്ടികളെ പാല് തന്നെ കൊടുക്കുമ്പോൾ ഓവറായി പോയാൽ അവർക്ക് തികട്ടിയിട്ട് അവർ വായിക്കൂടെ തിരിച്ചത് ഛർദ്ദിക്കും. ഛർദ്ദിച്ചിട്ട് ആ ഛർദ്ദിലും തന്നെ കുട്ടികൾ വിഴുങ്ങുകയും ചെയ്യും. അത് വേറെ കാര്യം. അപ്പൊ ഈ പാലായിരുന്നാൽ പോലും ഓവറായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ അവരുടെ ഈ ആമാശയം ഒരുപാട് വയറ് അവർക്ക് നിറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അറിഞ്ഞുകൂടാ എനിക്ക് വയറ് നിറഞ്ഞു മതി. ഇപ്പം സംസാരിക്കാറായ കുട്ടികളാണെങ്കിൽ മതി അമ്മേ എനിക്ക് വയറ് നിറഞ്ഞു എന്ന് പറയും. അല്ലാത്ത കുട്ടികൾക്ക് നമ്മൾ ഫുഡ് കൊടുത്തോണ്ടിരുന്ന അവർ മതി എന്ന് പറയത്തില്ല, എനിക്കറിയാം. കാര്യം എൻ്റെ മോക്ക് ഞാൻ ഇതുപോലെ കഞ്ഞി കൊടുത്തോണ്ടിരുന്ന സമയത്ത് ഈ സ്പൂണിൽ കോരി കോരി കൊടുക്കും. അവള് വേണ്ട ലാസ്റ്റ് കുഞ്ഞ് ഛർദ്ദിച്ചപ്പോഴാണ് വയറ് നിറഞ്ഞെന്ന് ഈ തള്ളയായി ഞാൻ അറിഞ്ഞു. അപ്പൊ അതുപോലെ കുട്ടികൾ പറയത്തില്ല അവർക്ക് വയറ് നിറഞ്ഞത്, അവർ സിമ്പിൾ ഇട്ട് കാണിക്കും, ഏമ്പക്കം വിടും അങ്ങനെ പോലെ. അപ്പൊ ഈ കൊച്ചിനെ ഇവർ സോളിഡ് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ അന്ന് തന്നെ എന്തൊക്കെയോ ഫുഡ് കൊടുക്കുവാണ്. അവരുടെ കൊച്ച് അവർക്കറിയാം, അവർ വിവരമില്ലാത്ത ആൾക്കാരൊന്നും അല്ല. പിന്നെ ഇത്രയും പേരുടെ കമന്റ് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ഈ കമന്റ് ഇടുന്നവരുടെ എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. നിങ്ങൾ എത്ര പോയി കമന്റ് ഇട്ടാലും അവർ ആ ഫാമിലി എന്ന് പറയുമ്പോഴേ നല്ല ഹെഡ് വെയിറ്റ് ഉള്ള ഫാമിലിയാണ്. അവർ മറ്റുള്ളവർക്ക് പുല്ല് വില കൊടുക്കുന്ന ആൾക്കാരാണ്. എനിക്ക് അങ്ങനെ സീരിയസ്ലി എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഒരു മറ്റുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങൾക്ക് പുല്ല് വില കൊടുക്കുന്ന ആൾക്കാർ. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ആ കൊച്ചിനെ നിങ്ങൾ സ്വന്തം വീട്ടിലെ കൊച്ചിനെ പോലെ കാണുന്നത് കൊണ്ട് ആ കൊച്ചിനെ കാണുമ്പോൾ ഒരു വാത്സല്യം ഉള്ളത് കൊണ്ടായിരിക്കും ഓരോ അമ്മമാരും പോയിട്ട് ഇങ്ങനെ കമന്റ് ഇടുന്നത്. പക്ഷെ നിങ്ങളുടെ വിലപ്പെട്ട സമയം നിങ്ങൾ പോയിട്ട് കളയരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്.